അയ്യാ വണക്കം. കാവിപ്പട സുമേഷും കുരുവി സുജയും ഒന്നിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലാവില്ല. അതായത് വിജയ് എന്ന് പറയുന്ന നടനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിലുള്ളവരുടെ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് സുഡാപ്പികളൊക്കെ പ്രധാനമായിട്ടും പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിജയ് എന്ന് പറയുന്ന നടൻ BJP നഖശിഖാന്തം എതിർക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. വിജയ് എന്ത് ചെയ്താലും BJP എതിർക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് നറേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചെടുത്തു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മെർസൽ എന്ന് പറയുന്ന സിനിമയിൽ നമുക്കറിയാമല്ലോ. മെർസൽ എന്ന് പറയുന്ന നമ്മുടെ അറ്റ്ലിയുടെ കോപ്പി ക്യാറ്റായിട്ടുള്ള അറ്റ്ലിയുടെ സിനിമയാണ്. ഈ അറ്റ്ലിയുടെ സിനിമയിൽ മെർസൽ എന്ന് പറയുന്ന ഈ പടത്തിൽ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. എന്തുകൊണ്ട് മദ്യത്തിന് GST ഏർപ്പെടുത്തുന്നില്ല? മദ്യത്തിന് GST-യെക്കാട്ടിലും വലിയ വാറ്റുണ്ടടേ. വാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100% ടാക്സിന് മേലെയാണ്. അതാണ് വാറ്റെന്ന് പറയുന്നത്. ഇതൊന്നും നമുക്കറിയണ്ട. അണ്ണൻ ഇത് പറഞ്ഞപ്പോൾ BJP അണ്ണനെ കയറി ചൊറിഞ്ഞു. അങ്ങനെ അണ്ണനെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോവും. തങ്ക കട്ടിയാണ് എൻ്റെ അണ്ണൻ, തങ്ക കമ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയ് എന്ത് ചെയ്തു? അങ്ങനെയാണ് വിജയ് തമിഴ്നാട്ടിൽ ഈ രാഷ്ട്രീയത്തിൽ അന്ന് നിഷ്പക്ഷനായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ചെമ്പ് തെളിഞ്ഞ് ഇപ്പോൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായി. ഇന്നലെ വരെ CM അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വിജയ് ഇന്ന് 40 പേര് മരിച്ചപ്പോൾ നേരെ ഓടി വീട്ടിൽ കയറി ചെന്നൈയിൽ ഓഫീസിൽ കയറി ഇരുന്നിട്ട് CM സാർ എണ്ണ ഏത് വേണാലും പണ്ണുക സാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയ് NDA-യിലേക്ക് വരും, അല്ലെങ്കിൽ BJP-യിലേക്ക് വരും. വിജയ് എന്ന് പറഞ്ഞാൽ വിജയുടെ പാർട്ടി BJP-യുമായിട്ടൊരു സഖ്യമുണ്ടാക്കാൻ പോകുന്നു. NDA-യിലേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലുള്ളൊരു ചാണക പാർട്ടിയിലൊക്കെ വിജയ് എങ്ങനെ വരും എൻ്റെ കുരുവി സുജയ് അണ്ണ എന്നാണ് എനിക്ക് അണ്ണനോട് ചോദിക്കാനുള്ളത്. പണ്ട് വിജയ് സൈക്കിളും ചവിട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മറ്റേ വോട്ട് ചെയ്യാനായിട്ട് പോലും ആ സമയത്ത് ഇത് BJP-ക്ക് എതിരായിട്ടുള്ളൊരു ആഹ്വാനമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയ ടീമാണ്. അതാണ് ഈ നരേന്ദ്രമോദിയുടെ ഒരു പവർ. ആ സമയത്ത് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റുക്കോ ജറാർ സബർ കറോ. അതായത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഉണ്ടല്ലോ, ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ ആരൊക്കെ എതിർത്തിട്ടുണ്ടോ അവരെല്ലാം പിന്നീട് നരേന്ദ്രമോദിയുടെ കാൽക്കീഴിൽ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇവരെല്ലാം പിന്നീട് നരേന്ദ്രമോദിയിൽ അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആരൊക്കെ എതിർത്താലും, സ്റ്റാലിനെ ആയിരുന്നാലും ശരി തന്നെ, പിണറായി വിജയനായിരുന്നാലും ശരി തന്നെ. നമ്മൾ വിചാരിക്കും സ്റ്റാലിനും പിണറായി വിജയനെയൊക്കെ നരേന്ദ്രമോദിയെ എതിർത്ത് പൊരുതുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും നരേന്ദ്രമോദിയുടെ പ്രോക്സിയാണ്. ഇവർ രണ്ടുപേരും നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും പഞ്ചപുച്ഛം അടക്കി നിന്ന് കേട്ടുകൊണ്ട് അതെല്ലാം ഇവിടെ ആരും അറിയാതെ നടപ്പിലാക്കുന്ന ടീമുകളാണ്. അത് പല തെളിവുകളും ഇവിടെ ഉണ്ട്. പൗരത്വ ഭേദഗതി നിയമഗതിയൊക്കെ ആദ്യം കരുതൽ തടങ്കൽ, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. അവിടെ ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറയും. അതൊക്കെ തുടങ്ങിയത് ഇവിടെ കേരളത്തിലാണ് ആദ്യമൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നരേന്ദ്രമോദിക്ക് ഇപ്പോൾ അജയ്യനായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഇപ്പോൾ 24ാമത്തെ വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷത്തിലേക്ക് നരേന്ദ്രമോദി കടക്കുകയാണ്. അതായത് 2001-ലോ 2002-ലോ വർഷം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് മോദി മുഖ്യമന്ത്രിയാവുന്നത് ഗുജറാത്തിൻ്റെ. അതിനുശേഷം നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനായിരിക്കും ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഏറ്റവും അധികം അപമാനങ്ങളും വിദ്വേഷങ്ങളും എന്തിനു പറയുന്നു ഏറ്റവും അധികം എതിർപ്പുകളും നേരിട്ടൊരു വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ ആ എതിർപ്പുകളൊന്നും തന്നെ പുള്ളിയുടെ രോമത്തിൽ ഏറ്റില്ല എന്ന് മാത്രമല്ല, പുള്ളി അവിടെ നിന്നും പ്രധാനമന്ത്രിയായി ഇപ്പോൾ 3ാമത്തെ ടേം എത്തി. മൊത്തം അധികാരത്തിൻ്റെ ഒരു സ്പാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലൈഫ് സ്പാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 24 വർഷം ഈ അധികാരത്തിൽ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും തോൽവി എന്താണെന്ന് രുചിക്കാതെ നരേന്ദ്രമോദി ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ നരേന്ദ്രമോദിയോട് മുട്ടാനാണ് വിജയ് ആദ്യം ശ്രമിച്ചത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ നരേന്ദ്രമോദിയെ നിങ്ങളുടെ ശത്രുസ്ഥാനത്താണ് നിർത്തുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ 20 വയസ്സായിക്കൊള്ളട്ടെ, നിങ്ങൾക്കിപ്പോൾ 70 വയസ്സായിക്കൊള്ളട്ടെ, നിങ്ങൾ മരിക്കുന്നത് വരെ മോദിയെക്കാട്ടിലും മികച്ചൊരു ശത്രുവിനെ നിങ്ങൾക്ക് കിട്ടാനേ പോകുന്നില്ല. കാരണം അത്ര മികച്ചൊരു ശത്രുവാണ് മോദി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. മിത്രമായിരുന്നാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മരിക്കുന്നത് വരെ നരേന്ദ്രമോദിയെ പോലെ ഒരു മികച്ചൊരു മിത്രത്തെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ വിജയ് NDA-യിലേക്ക് വരികയാണ്. NDA-യിലേക്ക് വരുന്ന വിജയ് എന്ന് പറഞ്ഞാൽ NDA-യിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ക്ഷണം വിജയ് ഇതുവരെ നിരസിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ AIADMK-യുടെയും അവിടെ BJP നടത്തുന്ന പല റാലികളിലും TVK-യുടെ കൊടി അവിടെ പാറിപ്പറക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന അത്തരത്തിലൊരു റാലിയിൽ ഈ AIADMK അമ്മയുടെ പാർട്ടി ഉണ്ടല്ലോ, AIADMK, അതിൽ പളനിസ്വാമി നിന്ന് പ്രസംഗിക്കുമ്പോൾ അങ്ങ് പാറുപ്പാ നമ്മ കൊടി പറക്കുത് പാറുപ്പാ എന്ന് പറയുമ്പോൾ 2 പേര് TVK-യുടെ ഒരു കൊടിയെടുത്ത് ഇവിടെ വീശുന്നു. പ്രവർത്തകരെല്ലാം ആവേശഭരിതരാകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കൊടി പറക്കുത്.
അപ്പോൾ ഇന്നലെ വരെ അണ്ണൈ തങ്ക കട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിലെ സുഡാപ്പികളാരായണ്ണ. എന്നാൽ ഈ ചതി സുഡാപ്പികളോട് വേണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനിത് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ വിജയ് റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫിലോട്ട് ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ പൊളിറ്റിക്സ് എന്താണെന്ന് രുചിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ കാൽക്കീഴിൽ തന്നെ അവസാനം വന്ന് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വിജയ്യെ അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും വിജയെ രക്ഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അവിടെ പ്രയത്നിച്ചതും അണ്ണാമലയാണ്. ഇന്ന് അണ്ണാമലയാണ് അവിടെ TVK എന്ന് പറയുന്ന പാർട്ടിയുടെ കോടിക്കണക്കിനുള്ള ജെൻസി ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആരാധനാപാത്രം എന്ന് പറയുന്നത്. അണ്ണാമലയെ ഒറ്റ രാത്രിയിൽ വിജയെ രക്ഷിച്ചെടുത്തു. അന്ന് ഇവർ പറഞ്ഞത് പഠിച്ചവൻ തായ എന്നാണ്. അതായത് പഠിച്ചവൻ തന്നെയാണ്, ഞങ്ങൾക്കാർക്കും ബുദ്ധിയില്ല, പഠിച്ചവൻ തായ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. നാളെ വിജയ് ഇങ്ങോട്ടേക്ക് വരും, NDA യിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു 50% ഉറപ്പായിട്ടുണ്ട്. കാരണം AIADMKയുടെ പല സമ്മേളനങ്ങളിലും ഇപ്പോൾ വിജയുടെ കൊടി പറക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയ്ക്കൊരു ഫ്യൂച്ചറുണ്ട്. കാരണം വിജയ്ക്ക് പൊളിറ്റിക്സ് അറിയില്ല. വിജയ് ഇനി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും വിജയ് ഇനി പഠിച്ച് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. തേഞ്ഞ് തീരത്തേ ഉള്ളൂ. ഈ 250 കോടിയാണ് ഒരു പടത്തിന് വാങ്ങിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണ് തള്ളി മറിച്ചിരിക്കുന്നത്. ഈ കോടിയെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു 10 പടം അഭിനയിച്ചാലും 2500 കോടി വരും. പക്ഷേ അപ്പുറത്തവന്മാരെ കയ്യിലുണ്ടല്ലോ, DMKയുടെ കയ്യിൽ കുബേരൻ്റെ ഖജാനാവേ കയ്യിൽ വെച്ചിട്ടിருக்கு. അവന്മാരുടെ കയ്യിലെന്നൊക്കെ പറഞ്ഞാൽ ഈ 2G 3G എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു മാറ്റിയ 1,00,000 കോടി രൂപയാണ് ഇരിക്കുന്നത്. ആ കോടി രൂപയുടെ കൂടെയാണ് ഈ 2500 കോടി കൊണ്ടുവരുന്നത്. ഇപ്പം തന്നെ കരൂരിൽ ദുരന്തം വന്നപ്പോൾ തന്നെ അവിടെ മരിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ തന്നെ ഇത്രയും രൂപ ചിലവായി. യഥാർത്ഥത്തിൽ ഒരു 1 കോടി രൂപ വെച്ച് കൊടുക്കണമായിരുന്നു. ഇമേജ് ഒന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇത്രയും തുക ചിലവായി. അങ്ങനെയാണെങ്കിൽ ഇനി വിജയ് പോകാനിരിക്കുന്ന സ്ഥലത്തൊക്കെ എന്തൊക്കെ ഇതുപോലുള്ള പ്രതിസന്ധികൾ വരും. അങ്ങനെയാണെങ്കിൽ ഈ 2500 കോടി എന്നൊക്കെ പറയുന്നത് 25 രൂപ പോലെ തീരുന്നു. അങ്ങനെ തീരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജയുടെ ആ ഒരു പൊളിറ്റിക്കൽ പവർ ഇങ്ങോട്ട് BJP യിലേക്കും AIADMK യിലും വലിച്ചടുപ്പിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നത്. അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമിത്ഷാ വിജയെ വിളിച്ചിരുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തിയത് അമിത്ഷാ വിളിച്ചപ്പോൾ വിജയ് എടുത്തില്ലാന്ന്. വിജയ് പെടുത്തോണ്ട് വന്ന് എടുത്ത് എന്നാണ് പല റിപ്പോർട്ടുകളും പിന്നീട് വന്നത്. അതിനുശേഷം ഹേമാമാലിനിയെ വിജയിയെ അനുനയിപ്പിക്കാനായിട്ട് പറഞ്ഞയച്ചു, ഒരു രഹസ്യയോഗം നടന്നു എന്നുള്ള മറ്റു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ വിജയ് എന്ന് പറയുന്ന നടൻ NDA യിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പക്ഷേ നാണക്കേട് തന്നെ, നാണക്കേടെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നാണക്കേട്. അണ്ണനെ പണ്ട് ED വന്ന് അള്ളിക്കൊണ്ട് പോയപ്പം കേരളത്തിലുള്ള പല സിനിമാ നടന്മാർ വരെ അണ്ണൻ്റെ സ്പീച്ചിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അണ്ണ ഇപ്പോൾ വലിച്ച് കീറും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അണ്ണനൊരു മൊണ്ണയാണെന്ന് അവർ അറിഞ്ഞില്ല അണ്ണ എന്നാണ് പല ആൾക്കാരും ഇതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി.